ഞാനത് ചെയ്യില്ലെന്ന് അംബികയ്ക്ക് നന്നായിട്ട് അറിയാം. കാരണം അംബികയുടെ സംസ്കാരമല്ലല്ലോ എന്റേത്. സ്വന്തം കണ്ണുകളിൽ വലിയ തടിയിരിക്കുമ്പോഴേ കണ്ടവന്റെ കണ്ണിലെ കരട് അന്വേഷിക്കരുത്. നിങ്ങളുടെ പേരില് ഇത്രയും ബംഗ്ലാവുകളും സ്വത്തുക്കളൊക്കെ ഉള്ളപ്പോ ഇനി ഒരു കാരണവശാലും വാടക വീട്ടിൽ താമസം വേണ്ട. നിങ്ങൾക്ക് ഏത് വീടാ ഇഷ്ടാന്ന് വെച്ചാ അങ്ങോട്ട് താമസം മാറാം. അമ്മയ്ക്കും അച്ഛനും അതൊരു മനപ്രയാസമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നു പറഞ്ഞാ പറ്റുമോ? സ്വന്തമായി അനവധി വീടുകളുള്ളപ്പോ ആരെങ്കിലും വാടക വീട്ടിൽ താമസിക്കുവോ? ഇതെന്തൊരു വിചിത്രമായ ഏർപ്പാടാ. മീനുങ്ങളും രാധമ്മയ്ക്കും ആ വീടിനോടൊരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വീട് നമുക്കങ്ങ് വിലക്ക് വാങ്ങിക്കാം. ആ വീടൊന്നും രുക്മിണി കൊടുക്കില്ല. രുക്മിണി ആരാ മോള്? മോഹവില കൊടുക്കാമെന്ന് പറയാൻ ചേച്ചി. എന്തു മോഹവില കൊടുക്കാന്ന് പറഞ്ഞാലും അവളത് തരില്ല. മഹാപ്രശ്നക്കാരി ആ സ്ത്രീ. അല്ലേടാ ദീപക്കെ? ഞാനെങ്ങനെ അറിയാനാ? എനിക്ക് അവരുമായിട്ടോ അവരുടെ മകളുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. വീട് മാറുന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് തീരുമാനം എടുത്താലും വേണുവേട്ടനും രാജുവിനൊക്കെ ചില ഉറച്ച തീരുമാനങ്ങളുണ്ട്. എനിക്ക് അവനെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കാര്യങ്ങൾ ഈ ഫ്ലോയിൽ അങ്ങ് പോട്ടെ. ധൃതി വെച്ചൊരു തീരുമാനം എടുക്കണ്ട. എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോ അമ്മയും ഞാനും വേണുവേട്ടനും രാധമ്മയും മാത്രം ഒരുമിച്ചൊരു തീരുമാനം എടുക്കാം. അതുവരെ വാടക വീട്ടിൽ താമസിക്കട്ടെ. വീടില്ലാഞ്ഞിട്ടല്ലോ. നിങ്ങൾ ആഹാരം കഴിക്കും.